ഈ വരിക്കോസിൽ വളരെയധികം പേര് ഡൗട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റിയുള്ള ഡോക്ടറെ എനിക്ക് സെമന് അനക്കക്കുറവുണ്ടായിരുന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു, സ്കാനിങ്ങിൽ വരിക്കോസിലുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വരിക്കോസിൽ എന്താണ്? വരിക്കോസിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വൃഷ്ണത്തിന് അല്ലെങ്കിൽ ടെസ്റ്റിസിന് ചുറ്റും ധാരാളം രക്തധമനികളുണ്ട്. ഈ രക്തധമനികളിൽ ചില സമയത്ത് രക്തം തളം കെട്ടിക്കിടക്കുക, പൂള് ചെയ്ത് ആ രക്തധമനികളൊക്കെ ഒന്ന് വികസിച്ചിരിക്കുമ്പോൾ എന്ത് പറ്റും? അവിടുത്തെ ടെമ്പറേച്ചർ മാറാനുള്ള സാധ്യതയുണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ROS ഉണ്ടാവുക, അവിടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മെക്കാനിസത്തിലൂടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന ഒരവസ്ഥ. ഇതാണ് വരിക്കോസിൽ കാരണം നമ്മുടെ വൃഷ്ണത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം ഏതൊക്കെ വരിക്കോസിലാണ് നമ്മൾ മരുന്ന് കൊണ്ട് മാറില്ല, സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. ഏതൊക്കെ വരിക്കോസിലാണ് നമ്മൾ സർജറി ചെയ്യേണ്ടത്? നമ്മൾ പറയുന്നത്, ഇപ്പം ഒരു അസൂസ്പേമിയ ഉള്ള ഒരാൾക്ക്, സ്പേം ഇല്ലാത്ത ഒരാൾക്ക്, പക്ഷേ വരിക്കോസിലുണ്ട്, പക്ഷേ ആ വരിക്കോസിൽ കാരണമല്ല അയാൾക്ക് അസൂസ്പേമിയ ഉള്ളത്, വേറെ എന്തെങ്കിലും കാരണങ്ങളാണ്. പക്ഷേ ഈവൻ ആ പേഷ്യൻ്റിനാണെങ്കിലും, അതായത് വരിക്കോസിൽ കാരണമല്ല അസൂസ്പേമിയ ഉള്ളത്, പക്ഷേ വരിക്കോസിലുണ്ട്, അപ്പോൾ ആ പേഷ്യൻ്റാണെങ്കിലും ഏതൊരു പേഷ്യൻ്റാണെങ്കിലും ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലിനിക്കലി പാൽപ്പബിൾ ആയിട്ടുള്ള വരിക്കോസിൽ, അതായത് ഒരു സർജൻ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ, തൊട്ടു നോക്കുമ്പോൾ അയാൾക്ക് വരിക്കോസിൽ നല്ലപോലെ കിട്ടി, ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 വരിക്കോസിൽ പാൽപ്പേറ്റ് ചെയ്യുമ്പം കിട്ടി, അതായത് നമ്മൾ സ്കാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 3 ഗ്രേഡ് 4 വരിക്കോസിൽ, നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഗ്രേഡ് 2 ഗ്രേഡ് 3 പറഞ്ഞത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഈവൻ സെമൻ നോർമൽ ആണെങ്കിൽ കൂടെയും, നമ്മുടെ അയാൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ കൂടെയും, വീണ്ടും അബോർഷൻ ആവുന്ന ഒരവസ്ഥയാണെങ്കിൽ കൂടെയും, IVF ഫെയിലിയർ ആവുന്ന അവസ്ഥയാണെങ്കിൽ കൂടെയും, ക്ലിനിക്കലി പാൽപ്പബിൾ വരിക്കോസിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ അതേസമയം സ്കാനിൽ ഗ്രേഡ് 1 വരിക്കോസിൽ കണ്ടു, സ്കാനിൽ ഗ്രേഡ് 2 വരിക്കോസിൽ കണ്ടു, പക്ഷെ പരിശോധനയിൽ നല്ല ഒന്നും കാണുന്നില്ല, വരിക്കോസിലൊന്നും എല്ലാം നോർമലായിട്ടിരിക്കുന്നു, അങ്ങനെയുള്ളവരും നീക്കം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിനിക്കലി പാൽപ്പബിൾ വരിക്കോസിൽ നീക്കം ചെയ്യുന്നത് ഒരു പരിധിവരെ ബീജത്തിൻ്റെ കൗണ്ടിനെ കൂട്ടുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി. പിന്നെ എന്ത് സർജറിയാണ് ചെയ്യേണ്ടത്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4-5 തരം സർജറികളുണ്ട്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇച്ചിരി സാമ്പത്തികമായി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൈക്രോസ്കോപ്പിക് വരിക്കോസിലെക്ടമി ചെയ്യുന്നതാണ് നല്ലത്. അതായത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ഏറ്റവും ചെറിയ രക്തധമനികളെ വരെ ടൈ ചെയ്ത് നീക്കം ചെയ്യുന്ന വരിക്കോസിലെക്ടമി. അതിനാണ് റെക്കറൻസ് കുറവും, അതായത് വീണ്ടും ഉണ്ടാവാൻ സാധ്യത കുറവും വിജയ ശതമാനം കൂടുതലും ആ വരിക്കോസിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നല്ല സ്ഥലത്തുനിന്ന് ചെയ്യുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യുക, യൂറോളജിസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആർക്കൊക്കെ ചെയ്യണം വരിക്കോസിൽ? ഞാൻ ഈ പറയുന്ന എല്ലാം ഇൻഫെർട്ടിലിറ്റി ബേസ്ഡ് ആണ് കേട്ടോ, അല്ലാതെ ഒരു യൂറോളജിസ്റ്റ് പറയുന്ന ഒരു വരിക്കോസിലിൻ്റെ സിംറ്റമായിട്ട് വരുന്ന ഒരാളെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. വന്ധ്യതാ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള വരിക്കോസിലിന് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതിലൊരു സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. താങ്ക് യു സോ മച്ച്.